സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രൊഡക്ഷൻ സിസ്റ്റം തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള പ്രൊഡക്ഷൻ സിസ്റ്റം അതിൻ്റെ ടൈപ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ദ വേരിയസ് പ്രൊഡക്ഷൻ സിസ്റ്റംസ് പറഞ്ഞു. ദ മേജർ വൺസ് വർ ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ, ബാച്ച് പ്രൊഡക്ഷൻ, മാസ് പ്രൊഡക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസും ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ ഡിസഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മളുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. സോ ഇഫ് എനിബഡി ഹാവ് സീൻ ദാറ്റ് വീഡിയോസ് പ്ലീസ് ഗോ ടു ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അവിടെ നമ്മൾ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ലിങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണെന്നുള്ള വീഡിയോസ് കണ്ടു നോക്കുക. അതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും വിത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാട്ട് ഡസ് പ്രൊഡക്ഷൻ കൺട്രോൾ ആൻഡ് ഇറ്റ്സ് ടെക്നിക്? നമ്മൾ PPC പഠിപ്പിച്ചപ്പോൾ PPCയിൽ പറഞ്ഞിരുന്നു ദ 2 ടെക്നിക്സ് എന്ന് ചോദിക്കുമ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോൾ. ആൻഡ് ഇൻ പ്രൊഡക്ഷൻ കൺട്രോൾ ദർ ആർ 3 types അല്ലേ, 3 types of techniques are there. സോ അത് തന്നെ നിങ്ങൾക്ക് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. ദ മേജർ പ്രൊഡക്ഷൻ കൺട്രോൾ ടെക്നിക്സ് ആർ dispatching, follow up, and inspection. സോ ഈ 3 കാര്യം നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ എവറിബഡി വോണ്ട് ടു ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ആൻഡ് സീ വാട്ട് ഈസ് ഡിസ്പാച്ചിങ്, ഫോളോ അപ്പ് ആൻഡ് ഇൻസ്പെക്ഷൻ. അപ്പോൾ അത് തന്നെ ഇതിനകത്ത് എഴുതിയാൽ മതി. എന്താണ് പ്രൊഡക്ഷൻ കൺട്രോളിന് എഴുതുക, അത് PPCയുടെ ഭാഗമാണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുക, ഇതിൻ്റെ യൂസൊക്കെ എഴുതിയിട്ട് ഈ ടെക്നിക്സും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഡിസ്പാച്ചിങ്, ഫോളോ അപ്പ് ആൻഡ് ഇൻസ്പെക്ഷൻ. ഓക്കെ, സോ ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ഡീപ് ബിക്കോസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്. പിന്നെ 5th ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പർച്ചേസിങ്ങിൽ ദ മേജർ ടൈപ്പ് സെൻട്രലൈസ് ആൻഡ് ഡീസെൻട്രലൈസ് പർച്ചേസിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിന് മുമ്പ് വാട്ട് ഈസ് പർച്ചേസിങ് പറഞ്ഞു, അതിനും ഏത് പ്രിൻസിപ്പിൾസ് എന്തെല്ലാം ഫോളോ ചെയ്യണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. 6th ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ബാച്ച് ആൻഡ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സിസ്റ്റം ആയിരുന്നു. ദിസ് ഈസ് ഓൾസോ ഡിസ്കസ്ഡ്. ബാച്ച് പല പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ബാച്ച്, കണ്ടിന്യൂസ് അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനിൽ ജോബ് ഷോപ്പ്. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇറ്റ് ഇസ് ഓൾസോ ഡിസ്കസ്ഡ്. Now we can move on to the 7th question. ഇനി 3 ക്വസ്റ്റ്യൻ കൂടിയാണ്, 7, 8 and 9. സോ 7th ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഗുഡ് ലേ ഔട്ട്? ഒരു നല്ല പ്ലാൻ ലേ ഔട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് ഉദ്ദേശം എന്താണ്? വൈ വി ആർ സെലക്ടിങ് എ ഗുഡ് പ്ലാൻ ലേ ഔട്ട്? ദ ഫസ്റ്റ് വൺ ഇസ് എക്കോണമി ഇൻ ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോസസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. നമ്മളുടെ റോ മെറ്റീരിയൽസ്, നമ്മളുടെ കയ്യിൽ കൂടെ പോകുന്ന ഓരോ ഗുഡ്സ് ഉണ്ടല്ലോ, ഒന്നെങ്കിൽ റോ മെറ്റീരിയൽസ് ആവാം, അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോസസ് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം. ഈ 3 എക്കണോമിക്കലി ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്ലാൻ ലേ ഔട്ട് വേണം. പ്ലാൻ ലേ ഔട്ടിൽ അതിനായിട്ടൊരു ലൊക്കേഷനും വേണം, ഒരു സ്പേസും വേണം. അപ്പോൾ ഇത് നമ്മുടെ റോ മെറ്റീരിയൽസിനെ ആണെങ്കിലും വർക്ക് ഇൻ പ്രോസസ്സിനെ ആണെങ്കിലും ഫിനിഷ്ഡ് ഗുഡ്സിനെ ആണെങ്കിലും നല്ല രീതിയിൽ സൂക്ഷിക്കാൻ, വിത്തൗട്ട് മച്ച് ഡാമേജ് ഫ്രം എനി ഓഫ് ദ റോഡൻസ് ഓർ എനി ഡാമേജസ് ഡ്യൂ ടു ഫയർ or flood, അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി we want a plan layout, so in which we can have a space for the inventories. സെക്കൻഡ്, മിനിമൈസേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് ഡിലേസ്. പ്രൊഡക്റ്റിന് ഡിലേസ് ഉണ്ട്, ആ ഡിലേസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി, പ്രൊഡക്ഷൻ ഡിലേ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലേ ഔട്ട് ആവശ്യമാണ്. ആ ലേ ഔട്ടിൽ നമ്മൾ പല ലേ ഔട്ട്സ് പറഞ്ഞു, പ്ലാൻ ലേ ഔട്ട്, പ്രോസസ് ലേ ഔട്ട് എക്സെട്ര. അപ്പോൾ ഈ ലേ ഔട്ടിനനുസരിച്ച് നമുക്ക് ഒരു പ്രോസസ്സിനനുസരിച്ച് നമ്മൾ ലേ ഔട്ട് സെറ്റ് ചെയ്താൽ ദർ വിൽ നോട്ട് ബി എനി കൈൻഡ് ഓഫ് ഡിലേസ്, നമ്മുടെ പ്രൊഡക്ഷൻ സ്മൂത്ത് ആയിട്ട് പോകും. സോ വി വോണ്ട് എ ലേ ഔട്ട്. ദെൻ ലെസ്സർ വർക്ക് ഇൻ പ്രോസസ് ആൻഡ് മിനിമം മാനുഫാക്ചറിങ് സൈക്കിൾ ടൈം ഏറ്റവും കുറവാണ് നമുക്ക് വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് പെട്ടെന്ന് സ്റ്റോക്ക് ഫിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ വർക്ക് ഇൻ പ്രോസസ്സും കുറവ് വേണം. ഫിനിഷ്ഡ് ഗുഡ്സ് കുറച്ച് കൂടിയാലും റോ മെറ്റീരിയൽസ് കുറച്ച് കൂടിയാലും വലിയ പ്രശ്നമില്ല. റോ മെറ്റീരിയൽസ് കൂടിയാൽ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ അത്രയും പോലും പ്രശ്നമില്ല. പക്ഷേ വർക്ക് ഇൻ പ്രോസസ്സ് ഒരിക്കലും കൂടാൻ പാടില്ല. അത് കൂടിയാൽ ഇൻഡസ്ട്രിക്ക് മോശമാണ്. സോ അത് കുറയ്ക്കാനുള്ളതും ഗുഡ് ലേ ഔട്ടിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ആൻ അവൈലബിൾ സ്പേസ്. ഒരു ലേ ഔട്ട് സെറ്റ് ചെയ്യുമ്പോൾ, ഒരു പ്ലാന്റ് ഉണ്ട്, പ്ലാന്റിൽ ലേ ഔട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം, ഓക്കെ, നിങ്ങളൊരു വീടിൻ്റെ ഒരു പ്ലാൻ വയ്ക്കുമ്പോൾ ഇതാണ് അടുക്കള, ഇതാണ് ബെഡ്റൂം എന്ന രീതിയിൽ നമ്മൾ ഒരു കാറ്റഗറൈസേഷൻ ചെയ്യും. അത് തന്നെയാണ് ഇവിടെ ലേ ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സ്പേസ് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് അനദർ objective. Then easy supervision and better control, production control കുറച്ചൊരു ഈസിയർ ആവും. ബിക്കോസ് ഒരു പ്ലാൻ ലേ ഔട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർവൈസേഴ്സിനെ അതിനനുസരിച്ച് വിടാം.
ഒരു സൂപ്പർവൈസറിനെ ഈ ഒരു സെഷൻ നോക്കാൻ വേണ്ടിയിട്ടിടാം. ദാറ്റ് വിൽ ബി റിലേറ്റഡ് ടു ഹിസ് പ്രോസസ്സ്. പുള്ളി ഏതിലാണോ എക്സ്പെർട്ടൈസ് ആ ഒരാളെ ആ ഒരു പ്രോസസ്സിലേക്ക് തന്നെ ഇടാം, വേറെ ആൾക്കാരെ വേറെ പ്രോസസ്സിലേക്ക് ഇടാം. ഹി ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് മിക്സ്ഡ് അല്ലേ. ഇപ്പം ഒരു പ്രോസസ്സ് ലേ ഔട്ടിലാണെങ്കിൽ എല്ലാ ഒരുപോലത്തെ പ്രോസസ്സൊക്കെ ഒരു സ്ഥലത്തായിരിക്കും. അപ്പോൾ ആ ഒരു സൂപ്പർവൈസറിന് ആ ഒരു ഏരിയ മാത്രം നോക്കിയാൽ മതി. ഹി ഡോണ്ട് വോണ്ട് ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ if they are having a good layout. That is another advantage or the objective. Greater flexibility for changes in product design and for future expansion. Layout ഉണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് സ്പേസ് പ്രൊവൈഡ് ചെയ്യാം. ലേഔട്ട് ഉണ്ടാകും. ഇപ്പോൾ പ്ലാൻ ഇടുമ്പോഴാണ്, വീടുകളുടെ പ്ലാൻ ഇട്ടാൽ തന്നെയാണ്, ഇപ്പം ഒരു നില വീടാണ് പണിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യും, മുകളിലും കൂടെ ഭാവിയിൽ പണിയേണ്ടി വന്നാലോ ഒരു ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടി നമ്മളൊരു സ്പേസ് ഇട്ട് വെക്കും. ഓക്കെ, സോ ദാറ്റ് വി ക്യാൻ ബിൽഡ് ഇറ്റ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിലും അതുപോലെ ഒരു ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഇത് വേണം. നിങ്ങൾക്കിപ്പോൾ പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്ലാൻസിൽ അല്ലെങ്കിൽ പ്ലാൻ ഇട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് പുതിയൊരു മാറ്റം വരുത്തേണ്ടതെന്ന് തോന്നുന്നത്. സോ ഇൻ ദാറ്റ് സെൻസ് ഇഫ് വി ആർ ഹാവിങ് എ പ്ലാൻ വി ക്യാൻ കറക്റ്റ് ഇൻ ദാറ്റ് പ്ലാൻ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ബെനിഫിറ്റ്സുകൾ ഉണ്ടാവുന്നുണ്ട് ത്രൂ എ ഗുഡ് ലേ ഔട്ട്. Then better working conditions by eliminating the causes of excessive noise, objectionable odor, smoke etc. നല്ലൊരു വർക്കിംഗ് കണ്ടീഷന് കൊടുക്കുക. ഇപ്പോൾ സ്മോക്ക് ഏരിയ അല്ലെങ്കിൽ സ്മോക്ക് കൂടുതൽ ഉണ്ടാകുന്ന ഏരിയ, ഓർഡർ ഉണ്ടാകുന്ന ഏരിയ അല്ലെങ്കിൽ നോയ്സ് ഉണ്ടാകുന്ന ഏരിയ, അവിടെ നിന്ന് നമുക്ക് കൂടുതൽ ആൾക്കാരെ അവോയ്ഡ് ചെയ്ത് വെക്കാം. ഇപ്പോൾ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ഒരു സ്ഥലം. ഓക്കെ, സോ ഇറ്റ് ഷുഡിൻ ബി ഇൻ ബിറ്റ്വീൻ ദ ചൗസ്. ഭയങ്കര ബഹളമുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ മെഷീൻസിൻ്റെ ഭയങ്കര വർക്കിംഗ് ഉള്ള സ്ഥലത്തോ റിക്രിയേഷൻ ഫെസിലിറ്റി കൊടുത്തിട്ട് കാര്യമില്ല. അതുപോലെ സ്മോക്ക് ഉള്ള ഏരിയയിൽ പോയി ലഞ്ച് കഫറ്റേരിയ വെച്ചിട്ടും കാര്യമില്ല. സോ ഇഫ് യു ഹാവിങ് എ ഗുഡ് ലെയർ വി ക്യാൻ അറേഞ്ച് ഇറ്റ് ആസ് പെർ ദ requirements. Okay, so these are some of the objectives. Some more objectives are given here. Proper and efficient utilization of available floor space നമ്മൾ പറഞ്ഞു. ഗിവിങ് ഗുഡ് ആൻഡ് ഇംപ്രൂവ്ഡ് വർക്കിംഗ് കണ്ടീഷൻ ടു ദ എംപ്ലോയീസിന് നല്ല വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കുക. ഇഫ് യു ആർ ഗിവിങ് ദം ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ദർ മൊറൈൽ വിൽ ഇൻക്രീസ് ആൻഡ് ദേ വിൽ റിറ്റെയിൻ ഇൻ അവർ കമ്പനി. Then to ensure that the work proceeds from one point to another point without any delay കുറയ്ക്കാൻ പറ്റും. ദെൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ഇനഫ് കപ്പാസിറ്റി കൊടുക്കാനും പറ്റും. ഡിലേസ് എല്ലാം കുറയ്ക്കാം. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് കുറയ്ക്കാം ബൈ റിഡ്യൂസിങ് ദ വർക്കിംഗ് പ്രോസസ്. ദെൻ മെറ്റീരിയൽ ഹസാർഡ്സ്, എന്തെങ്കിലും ഹസാർഡ്സ് ഉണ്ടാവാതെ പേഴ്സണൽ ഹസാർഡ്സിൽ നിന്ന് നമുക്ക് രക്ഷിക്കാം. ബിക്കോസ് പ്ലാൻ ലേഔട്ട് ഉണ്ടെങ്കിൽ നമുക്കറിയാം ദിസ് ആർ ഡേഞ്ചറസ്. ചില യൂണിറ്റുകളുണ്ടാവും ഡേഞ്ചറസ് എക്യുപ്മെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് മാനിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാതിരിക്കാം. thereby we can reduce the hazards to the personnel. Then ലേബറിനെ എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, എംപ്ലോയി മൊറയിൽ കൂട്ടാൻ പറ്റും, ആക്സിഡൻറ്റ്സ് കുറയ്ക്കാൻ പറ്റും. പ്രൊഡക്റ്റ് ആൻഡ് വോളിയം ഫ്ലെക്സിബിലിറ്റീസ്. ഇപ്പം എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ വോളിയം ഫ്ലെക്സിബിലിറ്റി കൂട്ടാണ്. പ്രൊഡക്റ്റ് ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡിസൈൻ മാറ്റുക, അങ്ങനെയുള്ളതിനൊക്കെ ഒരു കേസുണ്ട്. പിന്നെ സൂപ്പർവിഷനും കൺട്രോളും ഈസിയർ ആവും. എംപ്ലോയിയുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് നമുക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുക്കാൻ പറ്റും. മെയിൻ്റനൻസ് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. ബിക്കോസ് വി നോ ദാറ്റ് എന്തൊക്കെ എവിടേക്ക് ഇരിക്കുക എന്നുള്ള ഐഡിയ ഉണ്ട്. സോ വി ക്യാൻ ഹാവ് എ ബെറ്റർ മെയിൻ്റനൻസ് ഓൾസോ. ദെൻ അലോ ഹൈ മെഷീൻ ഓർ എക്യുപ്മെൻറ്റ് യൂട്ടിലൈസേഷൻ കുറച്ചുകൂടെ പോസിബിൾ ആയിരിക്കും. ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. സി ദീസ് ഓൾ ആർ ദ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഗുഡ് പ്ലാൻ ലേഔട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓൾമോസ്റ്റ് ഒരു 20-25 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു മിനിമം 15 or 10 പഠിക്കുകയാണെങ്കിൽ ബാക്കി നിങ്ങളുടെ സ്വന്തമായ വേർഡ്സിൽ എഴുതാം. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഗുഡ് പ്ലാൻഡ് ലേഔട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്സ്? അപ്പോൾ ഇൻവെൻട്രി നമുക്ക് കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വർക്ക് ഇൻ പ്രോസസ്സ് കുറയ്ക്കുക, എന്നാൽ ഫിനിഷ്ഡ് ഗുഡ്സും കുറച്ചുകൂടെ കുറയ്ക്കുക. റോ മെറ്റീരിയൽസ് പ്രശ്നമില്ല, പക്ഷെ കൂടുതൽ ഓവർ സ്റ്റോക്ക് ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിന് എങ്ങനെ നമുക്ക് ഈ ഒരു എത്ര വർക്ക് ഇൻ പ്രോസസ്സ് വേണം, എത്ര ഫിനിഷ്ഡ് ഗുഡ്സ് വേണം, എത്ര റോ മെറ്റീരിയൽസ് വേണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ വിച്ച് ഓൾ ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്സ്. അപ്പോൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റെന്നോ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് ടെക്നിക്സോ ഒക്കെ ചോദിച്ചാൽ യു വാണ്ട് റൈറ്റ് ദിസ്. ഞാനിവിടെ കുറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് സംടൈംസ് ഇതിൽ ഓരോന്നിൻ്റെയും അനാലിസിസ് ചോദിക്കുക ഇതെന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പം ഷോർട്ട് ഫോംസ് ആയിട്ട് SDE, FNSD, പാരേറ്റോ, WED, ABC എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണം. അതുകൊണ്ട് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് യു ഡോണ്ട് വോണ്ട് ടു റൈറ്റ് എവറിത്തിങ്. ഇഫ് ഇറ്റ് ഇസ് ടു നോട്ട് പോയിൻ്റ് ഔട്ട് ഓർ ലിസ്റ്റ് ഔട്ട് യു ക്യാൻ റൈറ്റ് എവറിത്തിങ്. Otherwise you can explain 5 or 6, maximum 10. This much are not required.
അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇൻവെൻട്രി കൺട്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് EOQ, ദാറ്റ് ഈസ് economic order quantity. This is already discussed അല്ലേ, റൂട്ട് ഓഫ് SD/H holding cost അത് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, സോ ഓർഡറിങ് കോസ്റ്റ്, റൂട്ട് ഓഫ് ഓർഡറിങ് കോസ്റ്റ് ഇൻറ്റു ദ ക്വാണ്ടിറ്റി പർച്ചേസ് ഡിവൈഡഡ് ബൈ ദ ഹോൾഡിംഗ് കോസ്റ്റ്, ഇതായിരുന്നു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഇനി ഓർഡർ ചെയ്യണം, മിനിമം കോസ്റ്റിൽ എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്താൽ നമ്മുടെ പ്രൊഡക്ഷൻ നിൽക്കാതെ മുന്നോട്ട് പോകും, അതിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുക. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ പെർപെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റം, this is another one, perpetual inventory system. So in perpetual inventory system there will be a continuous perpetual basis la നമ്മൾ ഇൻവെൻട്രി എത്രയുണ്ട്, സ്റ്റോക്ക് എത്രയുണ്ട് എന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് അക്യുറേറ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് എ സിസ്റ്റം. ഇപ്പോൾ ERP, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് പോലെ ഒരു സിസ്റ്റമാണ് ഈ ഒരു പെർപെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റം, ഇൻ വിച്ച് ലൈവ് അപ്ഡേറ്റ്സ് നടക്കും. എത്ര സ്റ്റോക്ക് കുറഞ്ഞോ അതിനനുസരിച്ച് റെക്കോർഡാവും. ഇപ്പം നിങ്ങളൊരു ലബോറട്ടറീസ് അല്ല, മെഡിക്കൽ ഷോപ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ദേ ടേക്ക് അപ്പ് മെഡിസിൻസ്, അതിനനുസരിച്ച് അവരുടെ റെക്കോർഡിൽ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. അവർ വിൽക്കുന്നതിനനുസരിച്ച് അവരുടെ റെക്കോർഡിൽ ഇത്രയും കുറവാണ് എന്ന രീതിയിൽ അവിടെ മെൻഷൻ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇത് റെക്കോർഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് അവർക്ക് ഏത് സമയത്തും സ്റ്റോക്ക് തിരിച്ചു കയറ്റാൻ പറ്റും. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബെനിഫിറ്റ്. സോ അഡ്വാൻറ്റേജസ് ആർ സപ്ലൈ റെഡി ഇൻഫർമേഷൻ അബൌട്ട് ദ സ്റ്റോക്ക് പൊസിഷൻ. എന്നാണെങ്കിലും നമുക്ക് ആ ഒരു സിസ്റ്റം നോക്കിയിട്ട് കണ്ടുപിടിക്കാം, ഓക്കെ ദിസ് സ്റ്റോക്ക് ഇതിൻ്റെ സ്റ്റോക്ക് കുറവാണ്, സോ വി ക്യാൻ ബൈ സം മോർ എന്നൊരു ഐഡിയ കിട്ടും. സോ റെഗുലർ റെഡി സപ്ലൈ ഉണ്ടാവും. ദെൻ കീപ് കണ്ടിന്യൂസ് വാച്ച് ഓൺ ദ മെറ്റീരിയൽസ്. വി വിൽ ഹാവ് എ കണ്ടിന്യൂസ് വാച്ച് ഓൺ ദ മെറ്റീരിയൽസ്. എത്ര മെറ്റീരിയൽസ് പോയി, എത്ര വന്നു, അങ്ങനെയുള്ള എല്ലാ റെക്കോർഡ്സും അവിടെ ഉണ്ടാവും. ദെൻ for the preparation of interim profit and loss account and the balance sheet profit and loss account ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് അടക്കം അറിയണം, ഇൻവെൻട്രീസ് എത്രത്തോളം ഉണ്ട്, അത് നമ്മളുടെ ക്യാഷ് ഇതാണ് ക്യാഷ് ഇൻ ഹാൻഡ് പോലെയാണ് ഇൻവെൻട്രീസ്, റോ മെറ്റീരിയൽസ് ഒക്കെ. അപ്പം ആ ഒരു P&L പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഇത് ആവശ്യം വരുന്നുണ്ട്. Then buy material in time. It helps us to buy the material in time and also have to also in case of any kind of surprise visit, ഒരു സർപ്രൈസ്ഡ് ആയിട്ട് ഒരു ചെക്കിങ് വരുന്നാലും ദർ വിൽ ബി നോ പ്രോബ്ലം അല്ലേ, ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി റെക്കോർഡഡ്. ഓക്കെ, സോ ദീസ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പെർപെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റം. ദിസ് ഇസ് എ വേ ഇൻ വിച്ച് വി ഗെറ്റ് ദ ലൈവ് അപ്ഡേറ്റ്സ് ഓഫ് ദ സ്റ്റോക്ക് വിച്ച് ഇസ് അവൈലബിൾ വിത്തിൻ അസ്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് വൺ. മൂന്നാമത്തെ സിസ്റ്റമാണ് ABC അനാലിസിസ്. ABC നിങ്ങളോട് ചോദിച്ചാൽ ഇറ്റ് ഈസ് always better control. So this is also one of the inventory management system or inventory control technique, in which we classify the inventories into 3 categories. 3 category ആയിട്ടേ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. First category is A, then B and C. A category means a small percentage and heavy investment require ചെയ്യുന്ന എലമെൻറ്റ്സ് ആയിരിക്കും അവിടെ തന്നെ. ചില ഗുഡ്സ് ഉണ്ടാവും, അത് ഇച്ചിരി മതി, കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി, പക്ഷേ അത് വാങ്ങാൻ ഹൈ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ A കാറ്റഗറിയിലേക്ക് ഇടുക. ഓക്കെ, ചില ഗുഡ്സ് ഭയങ്കര പ്രീമിയം എന്തെങ്കിലും ഗുഡ്സാണ് എങ്കിൽ അതെല്ലാം ഈ ഒരു A കാറ്റഗറിയിലായിരിക്കും. ഒരു കുറച്ച് മതി, ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒരു കാറ്റഗറിയാണ് അത്. ഇനി B കാറ്റഗറി എന്ന് പറഞ്ഞാൽ ലെസ് പെർസെൻറ്റേജ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ നമുക്ക് ലെസ് പെർസെൻറ്റേജ് ആവശ്യമുള്ളൂ, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റും ഒരു നോട്ട് മച്ച് മോ എന്ന കൺസെപ്റ്റിൽ നിൽക്കുന്നത്, അതാണ് B കാറ്റഗറി. അവരെ നമ്മൾ റുട്ടീനായിട്ടൊന്ന് കൺട്രോൾ ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. C കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലൊരു ഇൻഡസ്ട്രിയുടെ ഐറ്റംസിൽ റോ മെറ്റീരിയൽസിൽ 70% C കാറ്റഗറിയിലായിരിക്കും. അതിൽ ലെസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണ്ടതായിരിക്കും. അതിൽ ലീസ്റ്റ് കൺട്രോൾ, നമുക്ക് വലിയ രീതിയിലുള്ള കൺട്രോൾ വേണ്ട, പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് എവിടെ ചെയ്യുന്നു അവിടെയായിരിക്കണം നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യേണ്ടതും ചെക്ക് ചെയ്യേണ്ടതും. ഓക്കെ, സോ ദിസ് ഇസ് ദ ABC technique. ABC means always better control, in which we categorize the stock into 3 based on the concentration or the investment they are having, or the what is the percentage of goods that we require. So based on that, A category means small percentage is only required, by high investment is required. There we want to have high or excess control. Then B category means only less percentage is required, but almost not heavy, but in moderate investment is required. There we want to have a routine control. And in C category, the 70% of the total items are purchased, that we purchase belongs to 70% that is in the C category, and here only less investment is required, and there's only least control is
required. So this is about ABC analysis. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ദാറ്റ് ഈസ് ABC അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഓർഡർ കോസ്റ്റുകളില്ലേ, കോസ്റ്റ് ഓഫ് പ്ലേസിങ് ഓർഡേഴ്സും അതുപോലെ റിസീവിങ് ഗുഡ്സ് ഇതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ബിക്കോസ് വി നോ ദാറ്റ് ദ റിക്വയർഡ് ഗുഡ്സ് ആർ ഓഫ് വിച്ച് കാറ്റഗറി. അപ്പോൾ കാറ്റഗറിക്ക് അനുസരിച്ച് നമുക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ദെൻ സേവ്സ് ടൈംസ് ആൻഡ് കോസ്റ്റ് ഉണ്ടാവും. പിന്നെ കോസ്റ്റ്ലി എലമെൻറ്റ്സ് ഈ കാറ്റഗറിയിൽ ഇടുന്നതുകൊണ്ട് അവരെ നമ്മൾ കൂടുതൽ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് വി വിൽ നോട്ട് ലൂസ് മച്ച് മണി ഇൻ ദാറ്റ്. Then saving in the working capital. These are the benefits of ABC analysis. Second analysis ആണ് VED analysis. That is vital, essential and desirable. Vital എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുഡ്സിനെല്ലാം വൈറ്റലിലിടും. കുറച്ച് എസെൻഷ്യൽ ആയിട്ട് നമ്മുടെ നമ്മൾ യൂസ് ചെയ്യാൻ ഇല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്ന രീതി നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും ചിലപ്പോൾ, അല്ലേ? നമ്മളുടെ കയ്യിൽ റോ മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി പുറത്തുനിന്ന് വാങ്ങും. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും ഔട്ട് സൈഡ് പർച്ചേസ് ആയതുകൊണ്ട്. അങ്ങനെയുള്ള ഗുഡ്സിനെ ഈ കാറ്റഗറിയിലും. ഡി എന്ന് വെച്ചാൽ ഡിസൈറബിൾ ഗുഡ്സ്. പക്ഷേ അതില്ലെങ്കിലും പ്രൊഡക്ഷന് വലിയ പ്രശ്നമില്ലാത്ത പ്രൊഡക്ഷൻ നിന്നൊന്നും പോകത്തില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടിയൊന്നും വരില്ല. അങ്ങനെയുള്ള ഗുഡ്സിനെ ഡിസൈറബിൾ എന്നാണ്. സോ ഡിസൈറബിൾ മീൻസ് it may be required or not. If it is there, it is good എന്നൊരു കൺസെപ്റ്റിൽ വരുന്ന ഗുഡ്സ് അതിനെയാണ് ഡിസൈറബിൾ ഗുഡ്സ് എന്ന് പറയുക. സോ ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻ ഫോർ വെഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. ഇൻ വിച്ച് സ്റ്റോക്ക് ആർ ഡിവൈഡഡ് ഇൻ ടു വൈറ്റൽ, then essential and desirable, in which vital means important elements which are required, and essential means if it is absent it will increase the cost of production, and D means desirable are those goods or those stock whose absence will not affect the production, it won't stop the production. അങ്ങനെയുള്ളതാണ് വെഡിലെ ഡിയിൽ വരിക. സോ ദിസ് ഇസ് അനദർ മെത്തേഡ് ഫോർ ഇൻവെൻട്രി കൺട്രോൾ, ദാറ്റ് ഇസ് VED analysis. നെക്സ്റ്റ് വൺ ഈസ് പെറേറ്റോ അനാലിസിസ്. പെറേറ്റോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്റ്റീവ് ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്കായിട്ടാണ് പറയുക. പക്ഷേ 80-20 റൂൾ എന്ന കൺസെപ്റ്റിൽ വെച്ച് 80% ആയിട്ടും 20% ആയിട്ടും നമ്മൾ സ്റ്റോക്കിനെ ഡിവൈഡ് ചെയ്യുന്നു. 20% എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രിക്ട്ലി കൺട്രോൾ ചെയ്യുന്ന കുറച്ച് കോസ്റ്റ് കൂടിയ എന്നാൽ പെട്ടെന്ന് അത്യാവശ്യം വരുന്ന സാധനങ്ങളെ നമ്മൾ ഒരു കാറ്റഗറിയിലും, എന്നാൽ കോസ്റ്റ് കുറവും അത്ര അത്യാവശ്യമില്ലാത്ത സാധനങ്ങളെ നമ്മൾ 80%ലും ക്ലാസിഫൈ ചെയ്യുന്നു. ദിസ് ഇസ് പെറേറ്റോ അനാലിസിസ് ഇൻ വിച്ച് വി വോണ്ട് ടു റിമെമ്പർ 80-20 rule. Okay. Then FNSD analysis. FNSD means based on the speed of movement of the materials. എത്ര പെട്ടെന്ന് നമ്മളുടെ സ്റ്റോക്കിൽ നിന്ന് അത് പോകുന്നു, എത്ര പർച്ചേസ് വരുന്നു. അപ്പോൾ പർച്ചേസ് കൂടുതലുള്ളത്, പർച്ചേസ് കുറവുള്ളത്, ആ റേഞ്ചിനെ ബേസ് ചെയ്തിട്ട് ഫാസ്റ്റ് മൂവിങ്, നോർമൽ മൂവിങ്, സ്ലോ മൂവിങ് ആൻഡ് ഡോമൻറ്റ് സ്റ്റോക്ക്. ഡോമൻറ്റ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ അനക്കമില്ലാത്ത സ്റ്റോക്ക്. ചില സ്റ്റോക്ക് ഉണ്ടാവും അവിടെ അങ്ങനെ തന്നെ ഇരിക്കും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും. ദാറ്റ് ഈസ് ഡോമൻറ്റ്. ദ ഫാസ്റ്റ് മൂവിങ് ഇസ് എഫ്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ആർക്കായിരിക്കും? എഫ് ആയിരിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങേണ്ടത്. പക്ഷേ ഡോമൻറ്റ് സ്റ്റോക്കിൽ നമ്മൾ വാങ്ങരുത്, വാങ്ങി അവിടെ ഇരിക്കാനുള്ളതായതുകൊണ്ട് വി ഷുഡ് റെഡ്യൂസ് ഇറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് FNSD അനാലിസിസ്. നെക്സ്റ്റ് ഇസ് JIT. ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ. JIT ആസ് ജസ്റ്റ് ഇൻ ടൈം. ദാറ്റ് ഈസ് നമുക്ക് എപ്പോൾ ഒരു ആവശ്യം വരുന്നു അപ്പോൾ മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യുന്നു ഇൻവെൻട്രി. സോ ഇറ്റ് ഈസ് എ ബെറ്റർ കൺട്രോൾ ടെക്നിക്സ്. ആവശ്യം വരുമ്പോഴല്ലേ വാങ്ങുന്നുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നഷ്ടം ഉണ്ടാവുന്നില്ല. ഇഫ് ദ കസ്റ്റമർ ഡസൻ വാണ്ട് ഓർ ഹി ക്യാൻസൽ ദ ഓർഡേഴ്സ് ദർ വിൽ ബി നോ defects or there will be no loss. So just in time is purchase of material at such a time that delivery immediately which precedes demand or use. യൂസിന് ആവശ്യമായ അല്ലെങ്കിൽ ഡിമാൻഡ് മീറ്റ് ചെയ്യാറാകുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. So to reduce the stock level to a minimum through creating closer relationship with the suppliers and arranging frequent deliveries of smaller quantities. അപ്പം നമ്മൾ സപ്ലൈസായിട്ട് നല്ലൊരു ടച്ചിലൊക്കെ ആണെങ്കിൽ വി ക്യാൻ റെഡ്യൂസ് ദ സ്റ്റോക്ക് ഇങ്ങനെ കൂട്ടി വയ്ക്കുന്ന കുറച്ച് നമുക്ക് വേണ്ടപ്പോൾ മാത്രം എത്തിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻവെൻട്രിയിൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട. ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് JIT ഓർ ജസ്റ്റ് ഇൻ ടൈം. നെക്സ്റ്റ് ഇസ് SDE അനാലിസിസ്. SDE മീൻസ് സ്കേഴ്സ് ഐറ്റം, ഡിഫിക്കൽട്ട് ഐറ്റം ആൻഡ് ഈസി ഐറ്റം. ദാറ്റ് ഈസ് അവൈലബിലിറ്റി ഓഫ് ദ ഇൻവെൻട്രി എത്രത്തോളം അവൈലബിൾ ആണ് ലൊക്കാലിറ്റിയിൽ നമുക്ക് കിട്ടുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് SDE. എന്ന് പറഞ്ഞാൽ സ്കേഴ്സ് ആയിട്ടുള്ള ഇൻവെൻട്രി, ഈസി, ഡിഫിക്കൽട്ട് ആൻഡ് ഈസി. സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒട്ടും നമുക്ക് കിട്ടാൻ വഴിയില്ല എന്നൊരു കൺസെപ്റ്റിലുള്ള സ്കേഴ്സ് ഐറ്റത്തിൽ വരും. ദെൻ ഡിഫിക്കൽട്ട് ഐറ്റം എന്ന് പറഞ്ഞാലോ നമുക്ക് ഇച്ചിരി പാടാണ്, ബുദ്ധിമുട്ടായിരിക്കും കിട്ടാൻ. ഈ എന്ന് പറഞ്ഞാൽ ഈസി ഐറ്റംസ് ദാറ്റ് ആർ വെരി ഈസി ടു ഗെറ്റ്. അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ഗുഡ്സിനെ. പിന്നെ HML അനാലിസിസ് ഉണ്ട്. HML ഒരു ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്കാണ് ഇൻ വിച്ച് ഹൈ, മീഡിയം, ലോ അറ്റ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ വെച്ചിട്ട് ഹൈ, മീഡിയം, ലോ എന്ന രീതി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. എന്നിട്ട്
to delegate authorities to various subordinates to buy the petty cash items. ഇത് ചെയ്യുന്ന പെറ്റി ക്യാഷ് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടി കുറച്ചൊരു ക്യാഷ് നമ്മൾ ഇപ്പോൾ നമ്മളൊരു കമ്പനി റൺ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഓഫീസ് സ്റ്റാഫ്സിൽ ഏൽപ്പിക്കും. ബിക്കോസ് സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി അവരിലാണ് വിശ്വസിച്ച് കൊടുക്കുന്നത്. അതിനെ പെറ്റി ക്യാഷ് എന്നാണ് പറയുക. സോ ദീസ് ആർ അനദർ ടൈപ്പ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ. നെക്സ്റ്റ് ഇസ് ഗോൾഫ് അനാലിസിസ്, വിച്ച് ഇസ് ഗവൺമെൻറ്, ഓർഡിനറി, ലോക്കൽ ആൻഡ് ഫോറിൻ. ഓക്കെ, നമ്മുടെ റോ മെറ്റീരിയൽസ് കിട്ടുന്നത് ഏത് സ്ഥലത്തു നിന്നാണോ അതിനെ ബേസ് ചെയ്ത്, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതാണോ അതോ ഓർഡിനറി ആണോ അതോ ലോക്കലാണോ ഫോറിൻ മാർക്കറ്റ് ആണോ. സോ ബേസ്ഡ് ഓൺ ദാറ്റ് വി ആർ ക്ലാസിഫൈങ് ദ റോ മെറ്റീരിയൽസ് ഓർ ഇൻവെൻട്രി ഇൻ ടു ഗോൾഫ് അനാലിസിസ്. ദെൻ SOS അനാലിസിസ് ബേസ്ഡ് ഓൺ ദ സപ്ലയേഴ്സ്, സീസൺ ആൻഡ് ഓഫ് സീസൺ എന്നാണ് SOS എന്ന് പറഞ്ഞാൽ. S സീസണൽ, OS മീൻസ് ഓഫ് സീസണൽ. ഈ മാംഗോസ് എല്ലാം സീസണൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഓഫ് സീസൺ എന്ന് പറഞ്ഞാലോ എപ്പോൾ വേണമെങ്കിലും കിട്ടാവുന്നതാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ സ്റ്റോക്കിൻ്റെ രീതികൾ അല്ലെങ്കിൽ ഇൻവെൻട്രിയുടെ രീതികൾക്ക് വ്യത്യാസം ഉണ്ടാവും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ അതർ ടെക്നിക്. ദെൻ XYZ അനാലിസിസ് ബേസ്ഡ് ഓൺ ദി ക്ലോസിംഗ് ഇൻവെൻട്രി വാല്യൂ ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ്. ഇപ്പം ഒരു ദിവസം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഇൻവെൻട്രീസിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന കേസാണെങ്കിൽ, ഇപ്പോൾ ഗോൾഡ് എന്ന കൺസെപ്റ്റ് തന്നെ നോക്കിയാൽ XYZ എന്ന രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട് ഓർ സിൽവർ എന്ന രീതി. അപ്പോൾ അതിൽ ലോ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സിൽവറിനെ കാറ്റഗറൈസ് ചെയ്യാം. ഹൈ വാല്യൂഡ് ഡയമണ്ടിന് ഇടാം. നൈദർ ഹൈ ഓർ നോ എന്ന രീതിയിൽ ഗോൾഡിന് ഇടാം. സോ ഇതിൻ്റെ ഇൻവെൻട്രി വാല്യൂ ക്ലോസിംഗ് ഡേ, ഒരു ഡേ എൻഡ് ചെയ്യുമ്പോൾ ഒരു റേറ്റ് ആയിരിക്കും, അടുത്ത ദിവസം വേറെ റേറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസിനെ ഇൻവെൻട്രി സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് XYZ. സോ ദീസ് ആർ ദ മേജർ techniques by which we can control the inventory system. That is, first, economic order quantity, then perpetual inventory system, ABC analysis, VED analysis, Pareto analysis, FNSD analysis, GIT, inventory turnover ratio that we will discuss, then SDE, HML, Golf and SOS and XYZ. So these are the major inventory control techniques: economic, perpetual, always better control, VED, then Pareto, FNSD, JIT, SDE, HML, Golf, SOS and XYZ. Okay, so this is the 8th question. And the last one is narrate how materials management is important to production management by explaining the scope and importance of materials management. Materials management എന്നൊരു മൊഡ്യൂളുണ്ട്. അപ്പോൾ ആ ഒരു മൊഡ്യൂളിലെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. എന്തിനാണ് നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്, അതെന്താണ് ഈ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. We want to support it by some of the scope, narrating the scope and also the importance. So മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മെറ്റീരിയൽസിനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ മാനേജ്മെൻറ്റിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്ലാനിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ് ഓൾ ദ ആക്ടിവിറ്റീസ് കൺസേൺ വിത്ത് ദ മെറ്റീരിയൽ ആൻഡ് ഇൻവെൻട്രി റിക്വയർമെൻറ്റ് ഫ്രം വൺ പോയിൻറ്റ് ഓഫ് ദിയർ ഇൻസെപ്ഷൻ ടു ദ ഇൻട്രൊഡക്ഷൻ ഇൻ ടു മാനുഫാക്ചറിങ് പ്രോസസ്സ്. മാനുഫാക്ചറിങ് പ്രോസസ്സ് വരെ എത്തിക്കുന്ന വരെ ഉള്ളൂ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റിൽ അല്ലേ. അതിനുശേഷം അത് പ്രൊഡക്ഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഗുഡ്സിനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഏതൊരു ലൊക്കേഷനിൽ നിന്ന് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിന് നമ്മൾ പ്ലാന്റിൻ്റെ അടുത്ത് വരെ എത്തിക്കുന്നു ഫോർ ദ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ്. ഇറ്റ് ഈസ് നോൺ ആസ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ്. ആൻഡ് ഹിയർ വി വോണ്ട് ടു കോർഡിനേറ്റ് ഓൾ ദ ആക്ടിവിറ്റീസ് വിച്ച് ആർ റിലേറ്റഡ് ടു ദ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ദീസ് മെറ്റീരിയൽസ്. എല്ലാ മെറ്റീരിയൽസും എഫിഷ്യൻ്റ്ലി യൂസും ചെയ്തിരിക്കണം. ഇതിൻ്റെ മേജർ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇറ്റ് അക്വയർസ് ദ മെറ്റീരിയൽ അറ്റ് റീസണബിൾ പ്രോസസ്സ്. നമ്മൾ മെറ്റീരിയൽസ് അക്വയർ ചെയ്യുന്നത് പല ലൊക്കേഷൻസിൽ നിന്നായിരിക്കും അല്ലേ. അപ്പോൾ അതിനൊരു റീസണബിൾ പ്രോസസ്സിലൂടെ ചെയ്യണമെങ്കിൽ വി വോണ്ട് എ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ്. ഓൺലി ദെൻ ഇറ്റ് വിൽ ബി കൊളാബറേറ്റിംഗ് അല്ലേ. ഒരു ഐറ്റം വാങ്ങാൻ വേണ്ടി നമ്മൾ ഒരാളെ ഏൽപ്പിക്കത്തുള്ളൂ. ഇഫ് ദർ ഇസ് എ മിസ് മാനേജ്മെൻറ്റ് ഇറ്റ് കാൺ ബി അലോട്ടഡ് ടു എനി അതർ പേഴ്സൺ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം മെറ്റീരിയൽസ് റീസണബിൾ പ്രോസസ്സിലൂടെ നമുക്ക് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ്. പിന്നെ പ്രോപ്പർ സ്റ്റോറേജിന് വേണ്ടി, വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റിൻ്റെ മേലെ ഒരു കൺട്രോളിന് വേണ്ടിയിട്ട് നമുക്ക് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എക്യുപ്മെൻറ്റ്സ് ടു ബി പ്രോപ്പർലി യൂട്ടിലൈസ്ഡ് for which materials management is required. Then loss of direct labor is avoided. ഇത് വഴി നമുക്ക് ഡയറക്റ്റ് ലേബർ ലോസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ലേബർ നഷ്ടമില്ലാത്ത രീതിയിൽ വെച്ചാൽ ലേബർ നഷ്ടം വരുന്നത് എങ്ങനെ, റോ മെറ്റീരിയൽസ് ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് ലേബേഴ്സ് വെറുതെ വന്ന് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവേഴ്സ് എല്ലാം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ദെൻ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ ഇസ് പ്രോംപ്റ്റ് ആൻഡ് അണ്ടർ ആൻഡ് ഓവർ സ്റ്റോക്കിംഗ് ക്യാൻ ബി അവോയ്ഡഡ്. ഒരു സ്റ്റോക്ക് അണ്ടറും ഓവറും ആകാത്ത രീതിയിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. സോ ദീസ് ആർ ദ മേജർ ഇമ്പോർട്ടൻസ് ഓഫ്
മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ്. ഇനി മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എവിടേക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ സ്കോപ്പ് എന്ന് ചോദിച്ചാൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പ്രൊഡക്ഷൻ ആൻഡ് മെറ്റീരിയൽ കൺട്രോളിൽ അല്ലേ, പ്രൊഡക്ഷൻ സ്ഥലങ്ങളിൽ ആവശ്യം വരുന്നുണ്ട്, പർച്ചേസിങ് സ്ഥലങ്ങളിൽ ആവശ്യം വരുന്നുണ്ട്, നോൺ പ്രൊഡക്ഷൻ സ്റ്റോഴ്സിൽ, ട്രാൻസ്പോർട്ടേഷനിൽ, മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൽ, റിസീവിങ് ഓഫ് ഗുഡ്സ്, ഇൻ എവറി ദീസ് ഫീൽഡ്സ് ദ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് ഈസ് പ്ലേയിങ് എ ഇമ്പോർട്ടൻറ്റ് റോൾ. സോ ദിസ് യു ക്യാൻ റൈറ്റ് ഫോർ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ 9 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ വാച്ച് ദീസ് ആൻഡ് ഇഫ് യു ഹാവിങ് എനി ഡൗട്ട്സ് കോൺടാക്ട് on my number 9645848557. So here you can get the PPT of all the modules. Module wise ആയിട്ട് നമ്മൾ PPT അയച്ചു തരുന്നുണ്ടാവും. 2, 3, 4 PDF PPTയും അതുപോലെ 1 and 2 PDFും ആയിരിക്കും. സോ പ്ലീസ് കോൺടാക്ട് ഓവർ ഹിയർ സോ ദാറ്റ് ഐ ക്യാൻ പ്രൊവൈഡ് ദ നോട്ട്സ്. ഇപ്പോൾ എല്ലാവരും നല്ലപോലെ എക്സാം എഴുതുക ആൻഡ് ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചോദിക്കാം. ഐ ക്യാൻ ഗീവ് ദ എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ടു ഗെറ്റ് ദ അപ്ഡേറ്റ്സ് ഓൺ ദ നെക്സ്റ്റ് വീഡിയോസ്. ഇനിയുള്ള എക്സാംസിനും എല്ലാം നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ടാവും. ലാസ്റ്റ് വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കേട്ടതിൽ സന്തോഷമുണ്ട്. ആൻഡ് താങ്ക് യു